പ്രിയ ഡോക്ടർ അബിയ, സൺഡേ സ്കൂൾ സെക്രട്ടറി പ്രിയ ലിൻസി ജോർജ്, PUK സെക്രട്ടറി ആശിഷ് ജോർജ്, കത്രദാസ് കുടുംബം, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നത് വളരെ സന്തോഷത്തോടെയാണ്. ഞാൻ ഇരുന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെയും സൺഡേ സ്കൂളിൽ ഈ സഭയിൽ ദൈവവചനം ദീർഘനാളുകൾ ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഭാഗ്യ പദവിയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. എന്നാൽ ഇന്നിവിടെ കടന്നു വന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ നാമ ഓരോ പ്രോഗ്രാമുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. ഇത്രയേറെ ഞങ്ങൾ കൂടി പഠിപ്പിച്ചതായ അനേക കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പല മേഖലകളിലായി ജോലി സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ ദൈവ സന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ചെറിയ കഥ ഇതിനു മുന്നേ ഞാൻ പ്രിയ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കഥയാണെങ്കിൽ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒരു പ്രായമായ സാമ്പത്തിക ഉന്നത നിലവാരത്തിലുള്ള ഒരു മാതാപിതാക്കൾക്ക് ഏകനായ ഒരു മകനുണ്ടായിരുന്നു. ഉന്നതനായ വിദ്യാഭ്യാസവും സാമ്പത്തികവും സൗന്ദര്യവും ഉള്ളൊരു മകനായിരുന്നു അവർക്കുള്ളത്. എന്നാൽ ഈ മകന് വിവാഹപ്രായം എത്തിയപ്പോൾ ആ പ്രിയ മകൻ ഒരു വിവാഹത്തിന് വേണ്ടി ഒരു പെണ്ണ് കാണുവാനായിട്ട് കടന്നുപോയി. ആ പ്രിയ സഹോദരൻ പോയി ഒരു പെണ്ണ് കണ്ടിട്ട് തന്റെ ഭവനത്തിൽ മടങ്ങി വന്നു. ആ മടങ്ങി വന്നപ്പോൾ ആ പ്രിയ പിതാവ് ആ പ്രിയ മകനോട് ചോദിക്കാനിടയായി തീർന്നു, നീ പോയി കണ്ട ആ പെൺകുട്ടിയുടെ സ്വഭാവം, ആ പെൺകുട്ടി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനിടയായി തീർന്നു. എന്നാൽ ആ പ്രിയ മകൻ ആദ്യം പറഞ്ഞു അവൾ നല്ല സൗന്ദര്യമുള്ളവളാണെന്ന് ആദ്യം ആ പ്രിയ മകൻ പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആ പ്രിയ പിതാവ് താൻ ഒരു 0 മാർക്ക് ഇടുവാനിടയായി തീർന്നു. രണ്ടാമത് പ്രിയ മകൻ പറഞ്ഞു അവൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, ഈ ലോകത്തില് എല്ലാവർക്കും ലഭിക്കാവുന്നതിന് നല്ല ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണെന്ന് പറയുവാനിടയായി തീർന്നു. വീണ്ടും ആ പ്രിയ പിതാവ് 0 മാർക്ക് ഇടുവാനിടയായി തീർന്നു. അടുത്ത പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇഷ്ടംപോലെ മുടിയുണ്ട്, ധാരാളം മുടിയുണ്ട്, ആളുകൾ കണ്ടാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് ആ പ്രിയ മാതാവിനോട് പിതാവിനോട് പറയുവാനിടയായി തീർന്നു. അപ്പോഴും ആ പ്രിയ പിതാവ് മാതാവ് 0 മാർക്ക് ഇടുവാനിടയായി തീർന്നു. പിന്നെ തനിക്ക് തന്റെ വീടാണെങ്കിൽ ഉന്നതമായി നല്ല 3-4 നിലകളിൽ പണിത വീടുകളാണ്, നല്ല മാർബിളൊക്കെ പതിച്ച വീടുകളാണെന്നൊക്കെയും ആ പ്രിയ മകൻ ഇങ്ങനെ അവർക്കുള്ള സമ്പത്തിനെ കുറിച്ചെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ആ വിശ്വാസിയായിരുന്ന ആ മാതാവ് പിതാവ് 0 മാർക്ക് ഇടുവാനിടയായി തീർന്നു. ലാസ്റ്റ് ആ പ്രിയ സഹോദരൻ പറയുവാനിടയായി തീർന്നു അവൾ നല്ല ആത്മീയമായി നല്ല ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മകളാണെന്ന് പറഞ്ഞപ്പോൾ ആ 0യുടെ എല്ലാം ഇപ്പറേ 1 ഇടുവാനിടയായി തീർന്നു. ഞാൻ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചാലും ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും ഉന്നതമായ സൗന്ദര്യം സമ്പത്ത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും 0യാണ്. എല്ലാം നമുക്ക് ഉണ്ടായിട്ടും യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ആ 1 വന്നു വീഴുമ്പോൾ ഒരു 10,000 അല്ല അങ്ങനെ ഒരു ആ സംഖ്യയ്ക്ക് ആ 0യ്ക്കെല്ലാം ഒരു വിലയുള്ളതായി തീരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇവിടെയുള്ള എൻ്റെ കുഞ്ഞു സഹോദരങ്ങളോട് എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പഠിച്ച് എത്ര തന്നെ സമ്പന്നരായി എന്തെല്ലാം ജോലി നേടിയാലും എവിടെയൊക്കെ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ ചെല്ലുവാൻ കഴിഞ്ഞാലും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കളയാതെ, യേശു ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം 0യാണ്. എന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം വിലയുള്ളതായി തീരും. അതുകൊണ്ട് ഈ 2024 അവസാന നിമിഷം എൻ്റെ കുഞ്ഞുമക്കളോട് സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവാനിടയായി തീരരുത്. 2025 ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കുഞ്ഞുമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ 2025 സാധിക്കട്ടെ എന്നും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഈ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് സഹോദരൻ നമുക്ക് എല്ലാവർക്കും യേശുവിനോട് കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നിന്ന് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.